ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. തമ്പനയിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ സ്റ്റാർട്ടിങ് മുതലേ കാണുന്നവർക്കും ഏകദേശം എവിടേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഡിഗ്രിയും ഞാൻ ചെയ്ത ജോലിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ 1 ഇയർ വർക്ക് ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. വീഡിയോ എടുക്കൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ വോയിസ് ആയിട്ട് വോയിസ് കൊടുത്തിട്ടാണ് കേട്ടോ. പക്ഷേ വീട്ടിൽ വന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയപ്പോഴാണ് റോട്ടിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിയുടെ സൗണ്ടും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതാണെങ്കിൽ ഒട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വർഷം അക്കൗണ്ടൻ്റ് ആൻഡ് HR ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാൻ +2 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത് BA ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്താണ് അതിൻ്റെ ABCD പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയുന്ന ആ ആള് എന്നെ ജെമാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്തുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ജെമാറ്റിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് കേട്ടോ. എന്നാൽ പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഒരുമിച്ചാണ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആവാനായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറേ അധികം നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടതുകൊണ്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം +2 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിലും ഡിഗ്രി കഴിഞ്ഞതോടുകൂടി അക്കൗണ്ടിങ്ങിൻ്റെ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാൻ പോയി. കുറച്ചു നേരം സാറിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് കൊമേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും ആവശ്യമില്ല എന്നുള്ളത് സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് അവിടെ പഠിച്ചു കഴിഞ്ഞ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് സാറ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആയിട്ടോ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഒരു അക്കൗണ്ടിങ് പഠിക്കാന്നുള്ളത് തീരുമാനിച്ചത്. പിന്നെ ഈ ഒരു ജെമാറ്റിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതല്ല കേട്ടോ. അതിന് പകരം ഈ കോഴ്സ് നമുക്ക് നല്ലതാണോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാനായിട്ട് ഒരാഴ്ചത്തെ ഫ്രീ ആയിട്ടുള്ള ട്രയൽ ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ മതി. അതെന്തുകൊണ്ടും ഒരു നല്ല കാര്യം തന്നെയാണല്ലേ. കാരണം ഒന്നും അറിയാതെ നമ്മളൊരു കോഴ്സിൽ ചേർന്ന് അവിടെ പെട്ടുപോയ പോലെ ഒരു അവസ്ഥ വരുന്നതിനേലും എന്തുകൊണ്ടും നല്ലത് ആദ്യം ഒരു ട്രയലൊക്കെ നോക്കി നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുന്നത് തന്നെയാണല്ലേ. ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള മെയിൻ റീസൺ, ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇതുപോലെ പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല പൈസ മുടക്കി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ച പിള്ളേർ അതിൻ്റെ ബേസ് പോലും അറിയാതെ ജെമാറ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഥ പറഞ്ഞ് നടന്നതുകൊണ്ടാണോ എന്നറിയില്ല, ബസ് സ്റ്റോപ്പിൽ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഞാൻ നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ 2 വർഷം മുന്നാണ് കേട്ടോ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴെന്തിനാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ജോലിക്കൊക്കെ കയറാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് എടുത്തെടുത്ത് പറയുന്നത്. കാരണം 2 വർഷം മുന്നേ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഞാൻ ഇപ്പോൾ ഒരു ജോലിക്ക് കയറാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒട്ടും സമയം കളയണ്ട, ഹാദിയയ്ക്ക് റിഫ്രഷ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞ ആ ഒരു സാറിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ എന്ന് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞ് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സാറിനെ അപ്പം തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള തിരക്കും കാണിക്കാതെ നമ്മളുടെ ഡൗട്ട് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ജെമാറ്റ് എന്നറിയപ്പെടുന്ന ജേണൂസ് മാറ്റ്. ഇത് ലൊക്കേഷൻ വരുന്നത് എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഓഫ്ലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ടാലി, പീച്ച് ട്രീ, മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ് ഇതൊക്കെയാണ് നമ്മുടെ 3 മാസത്തെ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇവർ സാപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോമിലല്ല, അതിന് പകരം അക്കൗണ്ടിങ് ഫീൽഡിൽ തന്നെ 22 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ്
ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് വരില്ല. അതുപോലെ തന്നെ സാറിൻ്റെ 22 വർഷത്തെ എക്സ്പീരിയൻസും അതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും അതെങ്ങനെ സാറ് റെക്ടിഫൈ ചെയ്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ടാലിയൊക്കെ റിഫ്രഷ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെയാണ് ഒരു വാട്ടർ പ്രൂഫിംഗ് കമ്പനിയിൽ എനിക്ക് ഇവിടുന്ന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വഴി കൂടെ പോകുന്ന സമയത്ത് ഈ പീനട്ട് ബേക്കറി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ട് ഒരു നബാട്ടിയും പിന്നെ ഒരു കേക്കും വാങ്ങാനാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു സാധനമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ ഒരു മിനി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഇപ്പോൾ നല്ല രീതിക്ക് വ്യൂ ഡ്രോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നോർമലി കിട്ടുന്ന വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വലിയ കാര്യമായിട്ട് ഞാൻ സംസാരിച്ച് പോകുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.